വെൽക്കം ബാക്ക്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് മനസ്സിലാവണം, വായിച്ചാലും മനസ്സിലാവണം. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ നമുക്ക് മറ്റുള്ളവരോട് പറയാനും സാധിക്കണം. ഇതിനാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പല പ്രാക്ടീസുകളും ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ട ഒരു സിമ്പിളായൊരു പ്രാക്ടീസാണ്, വളരെ സിമ്പിളായ പ്രാക്ടീസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു പിക്ചർ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് ആ പിക്ചറിൽ നിങ്ങൾ എന്തെല്ലാം ഒബ്സർവ് ചെയ്യുന്നു, എന്തെല്ലാം നിങ്ങൾ അവിടെ കാണുന്നു എന്നുള്ളത് വളരെ ലളിതമായ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളെ ഏറ്റവും സിമ്പിളായ സെൻറ്റൻസുകളിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഞാനൊരു പിക്ചർ ഇവിടെ കാണിക്കുന്നു, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഈ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇതൊരു ഹോസ്പിറ്റൽ റൂമാണ് അല്ലേ? അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു നേഴ്സ് ഉണ്ട്. നേഴ്സ് പേഷ്യൻറ്റിനെ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളിതിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ സിമ്പിൾ സെൻറ്റൻസുകളിലൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം? ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മളതെങ്ങനെ പറയാ? ദിസ് ഈസ് എ ഹോസ്പിറ്റൽ റൂം എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു ഹോസ്പിറ്റൽ മുറിയാണ്. ദിസ് ഈസ് എ ഹോസ്പിറ്റൽ റൂം. ദിസ് ഈസ് എ ഹോസ്പിറ്റൽ റൂം. പിന്നെ ഒരു പേഷ്യന്റ് അവിടെ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ബെഡിൽ ഇങ്ങനെ ഒരു പേഷ്യന്റ് കിടക്കുന്നു. അപ്പൊ നമുക്കതെങ്ങനെ പറയാം? എ പേഷ്യന്റ് ഈസ് ലൈയിങ് ഓൺ ദ ബെഡ്. എ പേഷ്യന്റ് ഈസ് ലൈയിങ് ഓൺ ദ ബെഡ്. ലൈയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു എന്നാണ്. LIE എന്നാണ് അതിന്റെ V1 വരുന്നത്. LIE എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ് അർത്ഥം. അതിന് തന്നെ വേറൊരു മീനിങ് ഉണ്ട്, നുണ പറയുക. നുണ പറയുക, കിടക്കുക, ഈ രണ്ടിനും ലൈ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുക. പക്ഷെ കിടക്കുക എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ലൈ എന്നാവും, LAY. ഓക്കെ, നുണ പറയുക എന്ന അർത്ഥത്തിലാവുമ്പോൾ ലൈഡ് എന്നാണ് വരിക, LIED. പിന്നെന്താണ് നമ്മൾ കാണുന്നത്? ഒരു നേഴ്സ് അവിടെ രോഗിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അത് പറയാം. എ നേഴ്സ് ഈസ് സ്റ്റാൻഡിങ് നിയർ ദ പേഷ്യന്റ്. സ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കുക, നിയർ ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ അടുത്ത് അല്ലെ? എ നേഴ്സ് ഈസ് സ്റ്റാൻഡിങ് നിയർ ദ പേഷ്യന്റ്. പിന്നെ ആ നേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവര് ആ രോഗിയുടെ, ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ വലിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പറയാം. അടുത്ത സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം. ഷീ പറഞ്ഞ അവൾ. ഷീ ഈസ് ടേക്കിംഗ് ദ പേഷ്യൻസ് ബ്ലഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഈസ് ടേക്കിംഗ് ദ പേഷ്യൻസ് ബ്ലഡ് സാമ്പിൾ എന്നും പറയാം. ഷീ ഈസ് ടേക്കിംഗ് ദ പേഷ്യൻസ് ബ്ലഡ് സാമ്പിൾ. പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ്. പിന്നെ ഒരു ഡോക്ടർ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. നമുക്കിനി അതിനെക്കുറിച്ച് പറയാം. നമുക്ക് പറയാം, എ ഡോക്ടർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. എ ഡോക്ടർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ഒരു ഡോക്ടർ ഒരു ചെയറിൽ അവിടെ ഇരിക്കുന്നു. ആ ഡോക്ടർ എന്ത് ചെയ്യാണ്? ആ പേഷ്യന്റിന്റെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോ നമുക്ക് അടുത്ത സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ? ദ ഡോക്ടർ ഈസ് വാച്ചിങ് ദ പേഷ്യന്റ്. ദ ഡോക്ടർ ഈസ് വാച്ചിങ് ദ പേഷ്യന്റ്. ആ ഡോക്ടറുടെ കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് കാണുന്നുണ്ടല്ലോ നമ്മള്. അപ്പൊ നമുക്കിങ്ങനെ പറയാം, ദ ഡോക്ടർ ഹാസ് എ സ്റ്റെതസ്കോപ്പ് ഓൺ ഹിസ് നെക്ക്. The doctor has a stethoscope on his neck. പിന്നെ ആ രോഗിയുടെ അടുത്ത് ഒരു കൂടെ നിൽക്കുന്ന ഒരു ആളായി ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ എന്താ പറയാ? ബൈസ്റ്റാൻഡർ എന്നാണ് പറയാ. ബൈസ്റ്റാൻഡർ. എ ബൈസ്റ്റാൻഡർ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് ദ പേഷ്യന്റ്. എ ബൈസ്റ്റാൻഡർ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് ദ പേഷ്യന്റ്. ഒരു ബൈസ്റ്റാൻഡർ രോഗിയുടെ അടുത്ത് നിൽക്കുന്നു. ബിസൈഡ് എന്ന് പറഞ്ഞ അരികെ, അടുത്ത് എന്നാണ്. ബിസൈഡ്, സൈഡിലായിട്ട് എന്നർത്ഥം. ബിസൈഡ് ദ പേഷ്യന്റ്. ഓക്കെ, പിന്നെ ആ ബൈസ്റ്റാൻഡറുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് അല്ലേ? അപ്പോ ദ ബൈസ്റ്റാൻഡർ ഈസ് ഹോൾഡിങ് എ ചൈൽഡ്. ദ ബൈസ്റ്റാൻഡർ ഈസ് ഹോൾഡിങ് എ ചൈൽഡ്. ബൈസ്റ്റാൻഡർ ഒരു കുട്ടിയെ ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്യാറ് പിടിക്കുക, പിടിച്ച് കയ്യിൽ കരുതുക എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ ആ ചൈൽഡിനെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക? അവന് വളരെ കാമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വി ക്യാൻ സേ the child looks calm. The child looks calm. Looks എന്ന് പറഞ്ഞാൽ കാണപ്പെടുക, തോന്നിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ കുട്ടി വളരെ ശാന്തനായി കാണപ്പെടുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരിക.
ലുക്കിന് നോക്കുക എന്ന അർത്ഥം ഉണ്ട് കേട്ടോ. അത് ലുക്കിന്റെ വേറൊരു അർത്ഥമാണ്. ഇവിടെ നോക്കുക എന്ന അർത്ഥമല്ല വരുന്നത്. ഇവിടെ കാണപ്പെടുക അല്ലെങ്കിൽ അപ്പിയർ ആവുക, തോന്നിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക. ദ ചൈൽഡ് ലുക്സ് കാം. ഇനി നെക്സ്റ്റ്, ആ റൂം ഒന്ന് നോക്കൂ, വളരെ ക്ലീൻ ആയ റൂമാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ റൂം വളരെ വൃത്തിയുള്ള റൂമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം? ദ റൂം ലുക്സ് ക്ലീൻ എന്ന് പറയാം. ദ റൂം ലുക്സ് ക്ലീൻ. റൂം ക്ലീൻ ആയി കാണപ്പെടുന്നുണ്ട് എന്നാണ് അവിടെ അർത്ഥം വരിക. പിന്നെ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അവിടെ ഒരു ക്ലോക്ക് ഉണ്ടല്ലേ. ദർ ഈസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ദർ ഈസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ദർ ഈസ് മീൻസ് ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ ക്ലോക്ക്, ഒരു ക്ലോക്ക് ഉണ്ട് ഓൺ ദ വാൾ, ആ ചുമരിൽ. പിന്നെ അതിലെ ടൈം എത്രയാണ്? 10:30 അല്ലേ. അപ്പൊ നമുക്ക് ദ ടൈം ഈസ് 10:30 എന്ന് സിമ്പിളായിട്ട് പറയാം. ദ ടൈം ഈസ് 10:30. അത് AM ആണോ PM ആണോ എന്നുള്ളതൊന്നും ഇപ്പോൾ തൽക്കാലം പറയണ്ട. ദ ടൈം ഈസ് 10:30. ഇനി നമുക്ക് ആ ബെഡ്ഷീറ്റിനെ കുറിച്ചൊന്ന് പറയാം. ദ ബെഡ് ഹാസ് എ വൈറ്റ് ഷീറ്റ്. ദ ബെഡ് ഹാസ് എ വൈറ്റ് ഷീറ്റ്. ആ ബെഡിലൊരു വൈറ്റ് ഷീറ്റ് ഉണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആ റൂമിലുള്ള ജനവാതിലിനെ പറ്റി നമുക്ക് there is a window in the room എന്ന് പറയാം. there is a window in the room. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ആ നേഴ്സ് ഒരു യൂണിഫോം ധരിച്ചിട്ടാണ് ഉള്ളത് അല്ലെ. നേഴ്സ് ഒരു യൂണിഫോം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന ആ ഒരു ആശയത്തെ എങ്ങനെ പറയാം? ദ നേഴ്സ് ഈസ് വെയറിംഗ് എ യൂണിഫോം. ദ നേഴ്സ് ഈസ് വെയറിംഗ് എ യൂണിഫോം. നേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വൈറ്റ് കോട്ട് ധരിച്ചിട്ടുണ്ട്. ദ ഡോക്ടർ ഈസ് വെയറിംഗ് എ വൈറ്റ് കോട്ട്. ദ ഡോക്ടർ ഈസ് വെയറിംഗ് എ വൈറ്റ് കോട്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ആരും അതില് ചിരിയോ കളിയോ ഒന്നുമില്ലാതെ വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഡോക്ടർ സീരിയസ് ആണ്, നേഴ്സ് സീരിയസ് ആണ്, പേഷ്യന്റും വളരെ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്, ബൈസ്റ്റാൻഡറും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവരും വളരെ സീരിയസ് ആണ്. എവരി വൺ ലുക്സ് വെരി സീരിയസ് എന്ന് പറഞ്ഞാൽ മതി. എവരി വൺ ലുക്സ് സീരിയസ് അല്ലെങ്കിൽ എവരി വൺ ലുക്സ് വെരി സീരിയസ്. ആ പേഷ്യന്റ് വളരെ ടയേർഡ് ആണ് അല്ലേ. നമുക്കിങ്ങനെ പറയാം, ദ പേഷ്യന്റ് ലുക്സ് ടയേർഡ്. ദ പേഷ്യന്റ് ലുക്സ് ടയേർഡ്. ഇനി നമുക്ക് ഒരു സെന്റൻസ് കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അവസാനമായിട്ട് ആ റൂമിന്റെ ആ ഒരു ശാന്തമായ അവസ്ഥയെ ഒന്ന് പറയാം അല്ലെ. നമുക്കിങ്ങനെ പറയാം, ദ റൂം ഈസ് പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. ദ റൂം ഈസ് പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. റൂം എന്താണ്? പീസ്ഫുൾ ആണ്, ക്വയറ്റ് ആണ്, ശാന്തമാണ് എന്നാണ് അർത്ഥം. ഓക്കെ.